രാവിലെ തന്നെ ഈ ഒരു വാർത്തയാണ് കേൾക്കാൻ പറ്റിയത്. പ്രിയ സുഹൃത്ത് ഹാഫിള് മസൂദ് സഖാഫി ഗൂഡല്ലൂർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്ന വളരെയധികം വേദനാജനകമായൊരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. اللهم أدخله الجنة وأعيذه من عذاب القبر وفتنته ومن عذاب النار. എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും വിഷയസംബന്ധമായി വളരെ ഗഹനമായി സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുകയും കേൾക്കുന്നവരുടെ കൽബിലെല്ലാം വലിയ ഭയവും അതോടൊപ്പം നല്ല അറിവുകളും ഇൽമുകളും പറഞ്ഞു തന്നിരുന്ന പ്രിയ സുഹൃത്താണ് പ്രിയപ്പെട്ട ഹാഫിള് മസൂദ് സഖാഫി. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് മനസ്സിന് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമാണ്. ഇത്രമാത്രം ജീവിതത്തിൽ പലപ്പോഴായി അദ്ദേഹവും നമ്മളൊക്കെ തൊട്ടടുത്ത ബാച്ചിലായി പഠിച്ചു. പിന്നീട് കാന്തപുരത്ത് വർക്ക് ചെയ്തു. അപ്പോഴെല്ലാം വലിയ ബന്ധമുണ്ടായി. പിന്നീട് കാണുമ്പോഴെല്ലാം വലിയ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അങ്ങനെ വലിയ ബന്ധം ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്ത നല്ല ഒരു പ്രഭാഷകനും നല്ലൊരു ആലിമും നല്ല ഒരു വിഷയാവതരകനെയുമാണ് നമുക്ക് ഈ മരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ ഖളാ ആണ്. നാഥനായ റബ്ബിൻ്റെ തീരുമാനമേ നടക്കുകയുള്ളൂ. ഈ ശഅബാനിലെ പുണ്യമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ തിങ്കളാഴ്ച രാവ് വരുമ്പോഴേക്കും ഖബറിലേക്ക് എത്തണമെന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഖളാവും തീരുമാനവുമാണ്. ശഅബാനിൽ മരണപ്പെട്ടവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അതെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തിന് അള്ളാഹുവെ ഖബറിൽ നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ വീടാക്കണേ അല്ലാഹ്. എല്ലാ നിലക്കുള്ള മഗ്ഫിറത്തും മർഹമത്തും നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ നീ പെടുത്തണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും, ചെറിയ മക്കളായിരിക്കും, എല്ലാവർക്കും അങ്ങേയറ്റത്തെ വലിയ ക്ഷമ അള്ളാഹുവെ അവരുടെ കൽബിൽ നീ ഇട്ടുകൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഇൻഷാ അല്ലാഹ് ഖുർആനും ദിക്റുകളുമെല്ലാം ഹദിയ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് മദനിയത്തിൽ പ്രത്യേകമായ ദുആ ഉണ്ടാകും. അള്ളാഹു നമ്മളൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ എളാമാൻ്റെ മോളാണ്. ഇപ്പോൾ വിളിച്ചിരുന്നു, വളരെ വിങ്ങിപ്പൊട്ടി കരഞ്ഞു വിളിച്ചിരുന്നു. ഞാനും കൂടി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഉസ്താദിന് 3 മക്കളാണ്. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടിയും. അങ്ങനെയാണ് അറിഞ്ഞത്. മൂത്ത കുട്ടിക്ക് ആകെ 9 വയസ്സും ചെറിയ കുട്ടിക്ക് 2 വയസ്സ് തികഞ്ഞിട്ടില്ല. ചെറിയ മക്കളാണ് 3 എന്നാണ് കേട്ടത്. എല്ലാവരോടും നല്ല സ്നേഹവും പുഞ്ചിരിയും, ആരോടും ഒരു പിണക്കില്ലാത്തൊരു നല്ല സുമനസ്സുള്ള നല്ല സൽസ്വഭാവിയായ പണ്ഡിതൻ. ഗരീബായ വിഷയങ്ങൾ ഹൃദയങ്ങളിലേക്ക് തട്ടുന്ന നല്ല മനോഹരമായ ശൈലിയിൽ എല്ലാ നിലക്കും സ്വർഗം പറയുമ്പോൾ പുഞ്ചിരിച്ചും നരകം പറയുമ്പോഴും പേടിയുണ്ടാവും പുഞ്ചിരിയുണ്ടാവും. എല്ലാം നല്ല അർത്ഥവത്തായ രൂപത്തിൽ സംസാരിക്കുന്ന വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പഠിച്ചവനെ, പെട്ടെന്നുള്ള മരണം. ഇത് ഞെട്ടലോടുകൂടെ അല്ലാതെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നില്ല ഉസ്താദിൻ്റെ വഫാത്ത്. അള്ളാഹു തറജേറ്റി കൊടുക്കട്ടെ. സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് മരണവാർത്തകൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുണ്ട്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുവെങ്കിലും പക്ഷേ ചില മരണങ്ങൾ
നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മരണങ്ങൾ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് ഞാൻ ആശങ്കപ്പെടാറുണ്ട്. ഉസ്താദ് 2 ആഴ്ച മുന്നേ ആയിരുന്നു എൻ്റെ നാട്ടിൽ പ്രഭാഷണം നടത്തിയത്. ഈ ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിദ് മസൂദ് സഖാഫി ഉസ്താദ് മരണപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളോട് ഞാൻ ഈ കാര്യം ചോദിച്ചു. പിന്നെയാണ് സംഭവം സത്യമാണെന്ന് മനസ്സിലായത്. അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് പടച്ചറബ് ഉസ്താദിൻ്റെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. ഞാൻ അതിരാവിലെ ഫോൺ ഉപയോഗിക്കാറില്ല. എൻ്റെ ഭാര്യ രാവിലെ തന്നെ ഫോൺ എടുത്ത് നോക്കാറുണ്ട്. കുട്ടികളുടെ പഠിപ്പൊക്കെ അതിലാണല്ലോ ഉള്ളത്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഭാര്യയുടെ മുഖത്തിങ്ങനെ നോക്കിയപ്പോൾ കണ്ണ് നിറഞ്ഞു കണ്ടു. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്താ നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കിടക്കുന്നത്? അപ്പോൾ സംഭവം ഭാര്യയാണ് എനിക്ക് ഈ ഒരു ഫോട്ടോ കാണിച്ചു തന്ന് ഈ ഉസ്താദ് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു സമയത്ത് നെഞ്ചിൽ നിന്നും ഒരു മിന്നൽ. അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു. സത്യമാണ്. 2 ആഴ്ച മുന്നേ ആയിരുന്നു നമ്മുടെ നാട്ടിൽ ഉസ്താദ് പ്രഭാഷണത്തിന് വന്നത്. ആ ഒരു ഫോട്ടോസാണിത്. ഉസ്താദിൻ്റെ ആ ഗാംഭീരമായ ഒരു ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും ആയില്ല. പ്രഭാഷണത്തിനിടയിൽ ഉസ്താദ് ഒന്ന് കരഞ്ഞാൽ കൂടെ നമ്മളും കരഞ്ഞു പോകും. എവിടെ പ്രഭാഷണത്തിലും ഉസ്താദ് മരണത്തെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നപ്പോഴും അത് തന്നെയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉസ്താദിനെക്കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഉസ്താദിൻ്റെ ഈ ഒരു മരണവാർത്ത വിശ്വസിക്കാൻ പറ്റാത്തത് എനിക്ക് മാത്രമായിരിക്കില്ല. ശരിക്കും ഇത് കേട്ടപ്പോൾ നെഞ്ചിൽ നിന്നും ഒരു മിന്നെറിയുന്നത് പോലെയാണ് എനിക്കുണ്ടായത്. മരണത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഉസ്താദ് മരണത്തെക്കുറിച്ച് നമ്മളെയൊക്കെ ചിന്തിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഉസ്താദ് റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഒരുപാട് കാലം ദീനിനു വേണ്ടി വയലു പറഞ്ഞു. ഒരുപാട് കാലം ദർസൊക്കെ നടന്നു. ഒരു നല്ലൊരു മനുഷ്യൻ, നല്ലൊരു മനസ്സിൻ്റെ ഉടമ. പടച്ച റബ്ബ് അവരുടെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെന്നും മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ മരണം ഒരു വിഷയമാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനുമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷത്തിലാകുന്നത്. നമ്മൾ ഒരു നിമിഷം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കൂടെ കളിച്ച് പഠിച്ച് വളർന്ന നമ്മുടെ കൂട്ടുകാർ ഇന്ന് ഖബറിലാണ്. എത്ര കാലമായി അവർ ഖബറിൽ കിടക്കുന്നു. നമ്മളും ആ കൂട്ടുകാരനെ പോലെ ഖബറിൽ കിടക്കേണ്ട ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരുന്നത്. പടച്ച റബ്ബ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. മരണവാർത്തകളിടുന്ന എന്നെ ഒരുപാട് ആളുകൾ മയ്യത്ത് കച്ചവടം എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുണ്ട്. അവർക്കൊന്നും ഞാൻ മറുപടി കൊടുക്കാത്തത് മരണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് പലതും ചിന്ത വരിക. അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചതെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു അവസ്ഥ അനുഭവിച്ചവർക്കും അത് മനസ്സിലാവും. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ഒരവസ്ഥയുണ്ട്. അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാകും. ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ചിന്ത അതൊന്ന് വേറെ തന്നെയാണ്. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഉസ്താദിൻ്റെ ദർജ നീ ഉയർത്തി കൊടുക്കണ റബ്ബേ. എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബേ. എല്ലാവരും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.